ഹായ് ഗൈസ്, അപ്പൊ എല്ലാവരും നമ്മുടെ രുചിയുടെ അഞ്ചു ഹായ് രുചിയുടെ മഞ്ജു. സ്റ്റുഡൻസ് ഷെഫ് റേഷ്യോ എന്ന് പറയുന്നത് 10 സ്റ്റുഡൻസിന് ഒരു ഷെഫാണ്. അതായത് ബേക്കിംഗ് ആൻഡ് പേസ്ട്രി സ്റ്റുഡന്റ് പവർ ഹൗസ് എന്ന് പറയുന്നത് നത്തൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഷെഫ്മാരാണ്. ഞാൻ വീണ്ടും പറയുന്നു, വനിതകളെ എപ്പോഴും സ്വയം തൊഴിൽ കണ്ടെത്തണം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു കുട്ടി വ്ളോഗാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു മെഗാ ഈവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 1:15 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് പൊറോട്ട, മസാല ദോശ, ഗീ റൈസ്, പിന്നെ ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മാത്രം വരാനായിട്ട് ഇത്തിരി ഡിലേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം വരുന്നത് നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു. ആ ഒരു ടൈം കൊണ്ട് എല്ലാവരുടെയും നമ്മൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്തോ? എന്റെ മസാലദോശ മാത്രമേ കണ്ണു നിറച്ചുണ്ടായിരുന്നുള്ളൂ. ലഞ്ചെല്ലാം കഴിച്ച് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് നമ്മളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും അവർ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഫുമാരായിരുന്നു. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കുന്ന ടൈം കൊണ്ടാണ് അവരിത് ഫുള്ള് റീഅറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പിന്നെ കടലിൻ്റെ തീമായിരുന്നു കേട്ടോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള പിന്നെ ഡെസേർട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കടൽമച്ചാൻ ആൻഡ് ഫാമിലി ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ലഞ്ചെല്ലാം കഴിച്ച് തിരിച്ച് വന്നിട്ട് യൂണിഫോമൊക്കെ മാറി അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഇവൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഹോൾ ഫാമിലി ഫുള്ളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇവൻറ്റിലാട്ടോ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പം അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു യൂട്യൂബേഴ്സും കൂടാണ് വരുന്നത്, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പം ഇവർ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ അകത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ഈ കുട്ടി അറിയാമോ? രുചിയുടെ മഞ്ജു കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. എന്താ പറയുന്നത്, ലാസ്റ്റ് ക്ലാസ് തീരാനായോ? ഈ 2 മാസങ്ങളുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം ഇവിടെ കാണാം. ഇവിടെ നമ്മൾ വന്നതാണ് വിസിറ്റ് ചെയ്യാൻ. ഒക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് താഴെ കൊടുക്കും, ഫോളോ ചെയ്യും. ഈ ഇവൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫോണ്ടൻറ്റിൽ വെച്ചിട്ടുള്ള കടലിൻ്റെ തീമും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെസേർട്ട്സ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ആയാലും ബ്രെഡ്, അങ്ങനെയുള്ള ഓൾ കാര്യങ്ങൾ നമ്മൾ 3-4 ദിവസം എടുത്തിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. അതിൽ കുട്ടികളുടെ ആയാലും അതുപോലെ ഷെഫുമാരുടെ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള എഫേർട്ടുണ്ട്. നമ്മുടെ ഈ ഒരു തീം ഫുള്ളായിട്ട് ചെയ്തെടുത്തത് നമ്മുടെ സെബാസ്റ്റ്യൻ ഷെഫാണ് കേട്ടോ. ഭയങ്കര ഒരു നമ്മുടെ ഫോണ്ടൻറ്റിൻ്റെ ഷെഫ് തന്നെയാണ്. നല്ലൊരു ഒരു വർക്കാണ് ഷെഫ് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കടലിൻ്റെ അടിത്തട്ട് മുതൽ മോൾ ഭാഗം വരെ നമ്മൾ ആ ഒരു തീമിൽ ഫുള്ള് സെറ്റ് ചെയ്ത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ വർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്കിൽ ശരിക്കും കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയത്. അത്ര സൂപ്പർ അടിപൊളി ഒരു വർക്കായിരുന്നു ഷെഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സൺഡേ ആണോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം? ഈവനിങ് വേണമെങ്കിൽ ഈവനിങ്, ഒരു ദിവസത്തെ ക്ലാസ് വേണമെങ്കിൽ ഒരു ദിവസം പ്രോഗ്രാം ഉണ്ട്, 1 ഡേ പ്രോഗ്രാംസ് ഉണ്ട്, അത് മാത്രം പഠിച്ചിട്ട് പോവാം. കണ്ടോ എന്തോരം ഇതാ. ഞാൻ വീണ്ടും പറയുന്നു, വനിതകളെ എപ്പോഴും സ്വയം തൊഴിൽ കണ്ടെത്തണം.
നമ്മുടെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പല പല ബാച്ചിലുള്ള പിള്ളേരുമായിട്ട് ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാനും അവരുമായിട്ട് പരിചയപ്പെടാനും കുറച്ചും കൂടെ അടുത്ത് ഇടപെടാനൊക്കെ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരുമായിട്ട് നല്ല അടിച്ചുപൊളിയായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ഫുള്ള് ഡെയിലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഈ ഒരു കപ്പലിൻ്റെ വർക്കിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാവരും നല്ല തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അത്ര നല്ല മനോഹരമായിട്ടുള്ളൊരു വർക്കായിരുന്നു നമ്മുടെ ഇത്. ഈ സ്റ്റുഡൻസ് ഷെഫ് റേഷ്യോ എന്ന് പറയുന്നത് 10 സ്റ്റുഡൻസിന് ഒരു ഷെഫാണ്. അതായത് ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്, ഈ നട്ടല് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഷെഫ്മാരാണ്. ഇവർ മാത്രമല്ല കുറച്ചുപേര് ഇവിടെ ഇല്ല, കുറച്ചുപേര് നമ്മുടെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വലിയൊരു പവർ ഹൗസ് എന്ന് പറയുന്നത്. ഷെഫ് അപ്പയ് എല്ലാവരും, ജിഷോ ഷെഫ് നമ്മുടെ ഇവൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ആക്ടറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിയായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇവൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓൾ റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്ത് ശേഷമാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കിത്. ഹായ് ഗൈസ്, അപ്പം രുചിയിടം ബൈ അഞ്ജുവിന് നമ്മുടെ സ്വന്തം ആളാണ്, ചേച്ചിക്കുട്ടിയാണ്, സഹോദരിയാണ്. നല്ല രീതിയിൽ ചാനൽ എൻ്റെ ഏതെങ്കിലും സബ്സ്ക്രൈബർ ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ.